അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, അമർത്തമാർ കൊൽക്കത്ത, ATK FC, മോഹൻ ബഗാൻ ATK FC, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ടീമിന്. പുതിയ സീസണിലോട്ട് വരുമ്പോൾ പുതിയ പേരുമായിട്ടായിരിക്കും ഈ ടീം അണിനിരക്കാനായിട്ട് പോകുന്നത്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇന്ന് നമ്മൾ ISL സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. രണ്ട് ന്യൂസുകളും ഏകദേശം ഒരേ ട്രാക്കിൽ സഞ്ചരിക്കുന്ന ന്യൂസുകളാണ്. എന്തായാലും ഈ രണ്ട് ന്യൂസുകളും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലോട്ട് വരാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുന്ന കാര്യം. എന്തായാലും ഇതിനു മുൻപും ISL ഒരുപാട് ക്ലബ്ബുകൾ വരാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന ന്യൂസുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പല രീതിയിലും തള്ളിക്കളഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ ഉറച്ച രീതിയിലാണ് ആ ഒരു സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാളിലേക്ക് പുതിയ സ്പോൺസർമാർ എത്തുകയും ആ സ്പോൺസർമാർ ISL അതിനെ ലീഡ് ചെയ്യുകയും ചെയ്യുമെന്നും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അടുത്ത സീസൺ ആരംഭിക്കുമ്പോൾ ഈ ക്ലബിന്റെ പട്ടികയിൽ ഉണ്ടാകുമെന്ന് പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സീസണായി മാറുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഇനിയും ഉയരങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ ഇതെല്ലാം പ്രചോദനമാകും എന്നുള്ളതും ആരാധകരെ വളരെ ത്രില്ലടിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ ന്യൂസ്, അതാണ് കുറച്ചുകൂടെ ഹൈലൈറ്റിംഗ് ആയിട്ട് ന്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം മോഹൻ ബഗാൻ ATK ഈ രണ്ട് ടീമുകളും ഒന്നായി ലയിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് ആശങ്കകളാണ് ഇനി വരുന്ന സീസണുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ATK മോഹൻ ബഗാൻ FC അടുത്ത സീസണിലോട്ട് വരുമ്പോൾ ഒരു പുതിയ പേരിലായിരിക്കും അറിയപ്പെടുക. അങ്ങനെ രണ്ട് ടീമോട് ലയിപ്പിച്ചുകൊണ്ട് പുതിയൊരു ടീമിനെ അണിനിരക്കാനായിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കോച്ചസിന്റെ കാര്യത്തിലാണ്. ATKയുടെ കോച്ചായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് ഹവാസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഐ ലീഗിലാകട്ടെ മോഹൻ ബഗാനെ ലീഗ് കിരീടത്തിലേക്ക് എത്തിക്കാൻ കിബു വിക്കുന എന്ന് പറയുന്ന അവരുടെ കോച്ച് നല്ല രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് കോച്ചിൽ നിന്നും ഏത് കോച്ചായിരിക്കും അടുത്ത ഇന്ത്യൻ സൂപ്പർ ലീഗിലോട്ട് വരുമ്പോൾ ഈ ഒരു ടീമിനെ കോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്, എന്തായിരിക്കും ഇവരുടെ പുതിയ നെയിം എന്നുള്ള കാര്യം ഒക്കെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന ഫാക്ടറാണ്. എന്തായാലും കൂടുതലായിട്ട് ഉയർന്നു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്റോണിയോ ലോപ്പസ് ഹവാസ് തന്നെയായിരിക്കും ഈ ATK ടീമിനെ പരിശീലിപ്പിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു സ്റ്റാറ്റിക്സ് രണ്ട് കോച്ചുമാരും പൊളിയാണ്, കിടുവാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പുതിയ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഏറ്റവും വലിയ മനോഹരമാക്കുന്നത്. എന്തായാലും അടുത്ത സീസണിലോട്ട് വരുമ്പോൾ മത്സരങ്ങളുടെ എണ്ണത്തിലും ലീഗിന്റെ വലിപ്പത്തിലും ഒക്കെ നല്ല രീതിയിൽ വർധന ഉണ്ടാവും. പുതിയ ടീമുകൾ വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നല്ല രീതിയിൽ വളരട്ടെ. നിങ്ങളുടെ കമന്റുകൾ താഴെ നിറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കും. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റു സ്മൈറ്റ് ഓർമ്മ കൊണ്ടുവന്നിരിക്കുന്നു.